Hey guys, welcome to another video. So after a long time ആണ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ടാക്കുന്നത് പ്ലസ് എ സ്റ്റഡി വ്ളോഗാണ്. സോ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സോ ഫസ്റ്റ് രാവിലെ നീച്ചയ്ക്കുള്ള ഡ്യൂട്ടിയാണത്. ചപ്പാത്തി പത്തിരി ചൂടാനായിരുന്നു. അങ്ങനെ പത്തിരി ചൂടാൻ വേണ്ടിയിരുന്നു. അടുപ്പത്തേക്ക് അങ്ങനെ ഇങ്ങനെ കയറലില്ല. സംഭവം എന്താ വെച്ചാൽ ഗ്യാസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ രാവിലത്തെ ചായക്കടിയും ചോറൊക്കെ ഇതിലാണ് വെക്കുക. കാരണം ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ തോനെ പേരുണ്ട്. അങ്ങനെ ഈ പുക എൻ്റെ പണി ഇതിങ്ങനെ ഇരുന്ന് ഊതി മടുത്ത്. ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ഒരു ഇതേ എങ്ങനെ ഇവർ ഈ പുകയും ശ്വസിച്ചിരുന്ന് എന്നെ കൊണ്ടൊന്നും പറ്റണേന്നു. അങ്ങനെ നമുക്ക് കുറച്ച് മുന്നേ വരെ സ്കൈ ഭയങ്കര കാർമേഘം മൂടിയിട്ടായിരുന്നു. ഇപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ദെൻ റൂമിലേക്ക് വന്നപ്പോൾ അതിനെക്കാട്ടും വലിയ കഷ്ടമായിരുന്നു. ഒരു ലോഡ് ഉണ്ടായിരുന്നു മടക്കി വെക്കാനോ ബെഡ്ഷീറ്റും. ഞാൻ ഈച്ചയ്ക്ക് വേഗം ചാക്കടി ഉണ്ടാക്കാൻ പോയതാണ്. അമ്മ ഞാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റൂമിലിപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഒന്നും യൂണിഫോമും ഡ്രസ്സും ഒന്നും ഉണങ്ങില്ല. അങ്ങനെ രാത്രി ആകുമ്പോൾ അത് റൂമിൽ അയൽ കെട്ടിയാണ്ട് അവിടെ തോരയിടലാണ് പണി. അങ്ങനെ രാവിലെ അത് മടക്കി എടുത്ത് വെക്കലൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ന് ചെയ്തിട്ടില്ല. ഇന്നത് അമ്മ ചെയ്യും. അങ്ങനെ ഞാൻ ബാക്കി ഡ്രസ്സുകളൊക്കെ മടക്കി കഴിയുന്നു എൻ്റെ ഡ്യൂട്ടി. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കൈ മറ്റേ പത്തിരി ചുടുമ്പോൾ കൈ പൊള്ളി. പത്തിരി ഇങ്ങനെ വീർത്ത് വരികയായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് പിടിച്ചിട്ട് മറ്റേ ബോക്സിൽ ഇടാൻ വേണ്ടിയിട്ട് പിടിച്ചപ്പോൾ അതങ്ങോട്ട് പൊട്ടി. അതിൻ്റെ ഉള്ളിൽ ആവിൻ്റെ കൈമക്കായി നല്ല നീറുന്നുണ്ടായിരുന്നു. ഉച്ച വൈകുന്നേരം വരെ അതിന് നീറ്റിലുണ്ടായിരുന്നു. അത്രയ്ക്ക് പവർ. ഈ എന്താ പറയുക, തീ കൈമ തട്ടി പൊള്ളണേനെക്കാട്ടും വേദന ഉണ്ടാവും ആവിക്കിനെ കേട്ടുകൾ ഇപ്പം അനുഭവിച്ചു. അങ്ങനെ ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു 9 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതിന് ഞാൻ 2 സൈഡത്തെ ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് ശുദ്ധവായുവൊക്കെ ലഭിക്കണമല്ലോ. ദെൻ ഞാൻ കുളിക്കാൻ പോകാൻ വേണ്ടി ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു വ്ളോഗൊക്കെ എടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കുളിക്കാൻ പോകാൻ വിചാരിച്ചു. ദെൻ അതിന് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. പിന്നെ ഇന്ന് എനിക്ക് സൺഡേ ആകുമ്പോഴാണ് മര്യാദയ്ക്ക് തലയൊക്കെ നനച്ച് കുളിക്കാൻ പറ്റുള്ളൂ. ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം, അത് ഞായറാഴ്ച ശനിയാഴ്ച ഞാൻ തലയിൽ ഷാമ്പൂ ഒക്കെ തേച്ച് കുളിക്കലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. കണ്ടീഷണറും ഷാമ്പൂ ഒക്കെ തീർന്നു. അതുകൊണ്ട് ഇപ്പോൾ അത് കടയിൽ നിന്ന് മേടിച്ചാണ് ഈ പാക്കറ്റ്. ഞാൻ ഇന്ന് സൺഡേ ആണെങ്കിൽ നാളെ മൺഡേ ആണല്ലോ. സോ മൺഡേ എനിക്ക് മിഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഭയങ്കര ഫ്രഷ് ആയിങ്ങാണ്ട് എന്നൊക്കെ പഠിക്കാനൊക്കെ ഇരിക്കാനൊക്കെ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഇന്ന് രാത്രി, അതായത് സൺഡേ നൈറ്റാണ് ഞാൻ അറിയണത് നാളല്ല എക്സാം എന്നുള്ളത്. അത് ഞാൻ പിന്നെ പറഞ്ഞാൽ ഞാൻ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എക്സാം ഡേ പ്രിപ്പറേഷൻസൊക്കെ ആയിട്ട്. അങ്ങനെ കുളിച്ച് വന്നു. ഇതാണ് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ്. വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത്. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ടോപ്പും പാൻറ്റൊക്കെ എടുത്തിട്ടാണ് എൻ്റെ പണി. ജീൻസൊന്നും ഞാൻ വീട്ടിൽ ഇടലേ ഇല്ല. പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടുക എന്നല്ലാതെ. അങ്ങനെ കുളി കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ചായ കുടിക്കാതിരുന്നത്. ദെൻ പത്തിരിയും അതുപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ കറി എന്നുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കോമ്പിനേഷൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മേമ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ അത് വെച്ച് ഫുഡൊക്കെ കഴിച്ച് ദെൻ പഠിക്കാൻ വേണ്ടി അങ്ങിരുന്നു. ഞാൻ നാളെയാണ് എക്സാം എന്നുള്ള രീതിയിൽ ഫുൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് ഇന്ന സെക്ഷൻ പഠിക്കണം അങ്ങനെ 4-3 സെക്ഷനാക്കി തിരിച്ച് ഭയങ്കര പഠിപ്പ്. പക്ഷെ അവസാനത്തേക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പഠിച്ചിട്ട് തീരെ മനസ്സിലാവണില്ല. SLCൻ്റെ ബയോളജി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം, അതായത് ഈ ക്രോസിങ് ഓവർ മ്യൂട്ടേഷൻ, അത് വലിയ കുഴപ്പമില്ലെങ്കിലും ആ ഹൈബ്രിഡൈസേഷൻ്റെ ആ ഭാഗം കുറച്ച് ടഫായിരുന്നു. അങ്ങനെ എനിക്കത് പഠിച്ചിട്ടും തലയിൽ കയറുന്നു. എനിക്ക് ഭയങ്കര ടെൻഷന് ഭ്രാന്ത് പിടിക്കുക. അങ്ങനെ ഞാനത് അവിടെ വെച്ച്. എന്നിട്ട് ഞാൻ ഗ്രൂപ്പ് നോക്കുമ്പോണ്ട് മോർണിംഗ് ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ അയച്ചേക്കും മിസ്സ്. അങ്ങനെ മോർണിംഗ് ടൈം ടേബിൾ അയക്കണം എന്നുണ്ടെങ്കിൽ എക്സാം രാവിലെ നടക്കൂലല്ലോ. അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് അറിഞ്ഞത് നാളെയല്ല എക്സാം, നെക്സ്റ്റ് വീക്കാണ് എക്സാം. അപ്പം ഞാൻ പാരായി. അങ്ങനെ ഞാൻ ഭയങ്കര കേട്ടോ രാവിലെ ഫുൾ പ്രൊഡക്ടിവിറ്റി. നീക്കണ്, കുളിക്കണ്, അറക്കളയിലൊക്കെ പോയി അമ്മയ്ക്ക് ചായക്കടി ഉണ്ടാക്കി കൊടുക്കണ്, വരുന്ന്, എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ഫുൾ പ്രിപ്പയർ ചെയ്ത് സ്റ്റിക്കി നോട്ടിലൊക്കെ തോന്നെ എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ പല പരിപാടികളും. എന്നാലും പഠിച്ചുകൊണ്ട് കാര്യം ഉണ്ടായി. കാരണം പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് പറഞ്ഞിരുന്നു. ബട്ട് അത് ചെയ്തിട്ടില്ല. എന്നാലും ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഈ പഠിച്ചത് എന്തായാലും ഉപകാരപ്പെടും. അങ്ങനെ ഞാനിപ്പോൾ എന്തൊക്കെയോ ആലോചിച്ച് ചിരിച്ചിട്ടാണ് എഴുതുന്നത്. എന്താണെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. കാരണം വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ ട്യൂസ്ഡേ ആണ്. കാരണം അതിൻ്റെ ഇടയിൽ എനിക്ക് ടൈമില്ലേന്ന് വേറെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇനി ഇതെന്നാ പോസ്റ്റ് ചെയ്യാൻ എനിക്കറിയില്ല.
ഞാൻ ഇടയ്ക്ക് മാത്രം ഒന്ന് നീച്ച് നടക്കും, കുറച്ച് വെള്ളം കുടിക്കും, പിന്നെയും വന്നിരുന്നിട്ട് ഫുള്ള് പഠിപ്പ് തന്നെയായിരുന്നു. അങ്ങനെ ഇത്രയും നേരം ഞാൻ ഇരുന്ന് പഠിക്കുകയായിരുന്നു ഗൈസ്. ആദ്യമായിട്ടാണ് ഇത്ര ആത്മാർത്ഥതയ്ക്ക്. കാരണം ഞാൻ ആ ചാപ്റ്റർ തീരെ പഠിക്കാത്തതുകൊണ്ടായിരുന്നു. ദെൻ കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. പുറത്തേക്ക് ഈ റൂമിൽ തന്നെ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചടയ്ക്കും, പിന്നെ പഠിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല. അങ്ങനെ ഇടയ്ക്ക് പുറത്തൊക്കെ ഇറങ്ങി വരണം. എന്നാൽ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. കാരണം നല്ല വിശക്കണുണ്ടായിരുന്നു. രാവിലെ പത്തിരി മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ കഴിക്കാൻ വേണ്ടി അമ്മ ഇന്നലെ എന്തോ കൊണ്ടുവന്ന് വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു ഇരിക്കുന്നത്. എന്തോ ഒരു ടൈപ്പ് ബേക്കറി മധുരമുള്ളത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല ഈ സാധനം. പക്ഷെ വേറെ ഇതില്ലാത്തതുകൊണ്ട് വേറെ ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ അതിനെ എടുത്ത് തിന്നു. മാഗി ഉണ്ടായിരുന്ന രാത്രി ഞാൻ ഉണ്ടാക്കി കഴിച്ച്. അങ്ങനെ ഇപ്പോൾ അതും ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിരുന്ന് തിന്ന്. പിന്നെ അത് കഴിഞ്ഞ് എന്തായാലും ചോറുണ്ണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് കഷ്ടപ്പെട്ട് തിന്നത്. അങ്ങനെ 2-3 തിന്നപ്പോഴേക്ക് എൻ്റെ ഇഷ്ടമായി. അങ്ങനെ കുറച്ചൊക്കെ തിന്ന്. ദെൻ ബാക്കിയുള്ള നേരം ഇതൊരു സ്റ്റഡി വ്ളോഗ് പോലെ ആയിരുന്നു സംശയം ഉണ്ടായിരുന്നു. കാരണം ഫുള്ള് പഠിക്കുന്ന സംഭവങ്ങളാണ് ഇതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയാം, അത് കഴിഞ്ഞിട്ട് എടുത്തൊരു വ്ളോഗ്, ചെറിയൊരു വ്ളോഗ് എന്ന് പറയുമ്പോൾ ഷോർട്ടാക്കി ഇടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേർക്കാൻ വേണ്ടി അടുത്തൊരു വീഡിയോ അതും കൂടെ അതിൻ്റെ കൂടെ ആഡാക്കി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ബുക്ക് പറഞ്ഞിട്ടുള്ള സ്റ്റഡി വ്ളോഗായി മാറിയത്. ദെൻ ഇതന്നെ ഒരു ലോഡുണ്ട് ഞാൻ ഇങ്ങനെ പഠിക്കുന്നത്. ഞാനത് ഷോർട്ടാക്കി മാക്സിമം ചെറുതാക്കാൻ നോക്കുകയാണ്. ഇത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ ഷോക്കേസിൽ എടുത്ത് വെച്ചിരുന്ന ജഗ്ഗാണ്. അതായത് ഇപ്പോൾ ആൾക്കാരെല്ലാം വന്നാൽ മാത്രം പുറത്തിറങ്ങാൻ ടൈപ്പ് ജഗ്. പക്ഷേ ഈ ജഗ് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ മൂടി. അതുകൊണ്ട് ഇതങ്ങനെ എടുക്കലേ ഇല്ല. ഷോക്കേസിൽ എടുത്ത് വെച്ചിരുന്നു. ഞാൻ അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി എടുത്ത് തുടങ്ങി. അപ്പോഴാണ് ഞാൻ അത് പൊട്ടിയതാണ് കാരണം കേട്ടോ. ഞാൻ അത് വലിയ കാര്യത്തിലെടുത്തിട്ട് കുടിച്ചപ്പോഴേക്കും ആകപ്പാട് അങ്ങോട്ട് പോയി. കാരണം അതിൻ്റെ മൂടിലെ പ്രശ്നമാണ് തോന്നുന്നു. അങ്ങനെ പിന്നെ അത് ഞാൻ കൊണ്ടുവച്ച്. എൻ്റെ ബുക്കും നനഞ്ഞ് ടേബിളും നനഞ്ഞ് ഒരു കഥയായിരുന്നു. നോക്ക് ഗൈസ് ടൈം എത്ര ആയിരുന്നു. ആദ്യമായിട്ടൊക്കെയാണ് ഇത്ര ആത്മാർത്ഥത നിങ്ങൾക്ക് പഠിക്കാം. പേടിച്ചിട്ടാണ്, വേറെ ഒന്നല്ല. SSLC അല്ലേ, മാർക്ക് പേടിച്ചില്ലെങ്കിലേ വീട്ടിൽ കയറ്റില്ല. പിന്നെ നമുക്ക് കിട്ടണ ഫോണും കൂടെ കിട്ടൂല. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഇതൊക്കെ പഠിച്ചു. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണോ, ഓവർ അങ്ങനെ പഠിക്കൊന്നുമില്ല, എന്നാലും ഒരു ആവറേജ് പ്ലസ് എബവ് ഒന്നും പറയാം, ലേശം ചില സബ്ജക്റ്റിന് മാത്രം. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ബുക്സൊക്കെ സൈഡിലേക്ക് മാറ്റി വയ്ക്കട്ടോ. കാരണം ടേബിളിലൊക്കെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു, ചില ബുക്കിലും വെള്ളമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മാറ്റിയതിൻ്റെ ശേഷം ഞാനത് കഴിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ കണ്ടില്ല, ഞാൻ ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ കുടയുന്ന ആകെ വെള്ളമായിട്ടാണ്. അങ്ങനെ ഒരു തോർത്തന്നെ നോടിയിരിക്കുന്നത്. ഞാനിപ്പോൾ തൽക്കാലം വേറെ ടവലോ ഒക്കെ വെച്ച് ഇപ്പോൾ ഒന്നും ടേബിൾ ഉടയ്ക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിട്ടാണ് തുടച്ച്. ഞാൻ വേറെ വഴിയില്ല. ഞാൻ എപ്പോഴും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും സാനിറ്റൈസ് ഇട്ടുകൊണ്ട് ഞാൻ എപ്പോഴും തുടയ്ക്കുന്നതിനൊരു ടവലുണ്ട്. ബട്ട് ഇപ്പോൾ ഒന്നും കാണാതില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഞാൻ ഓരോ സെക്ഷനായിട്ട് പഠിക്കാനുള്ള എഴുതി ചെയ്യുന്നുട്ടോ. അങ്ങനെ 2 സെക്ഷനും തോന്നുന്നു. ഉച്ചയാകുമ്പോൾ ഞാൻ 2 സെക്ഷൻ തീർത്ത്. 3ാമത്തെ സെക്ഷനിൽ കുറച്ചും കൂടെ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഓരോ സെക്ഷനൊക്കെ ആയി തിരിച്ചെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കുറച്ചൊക്കെ ആയി പഠിച്ചു, കുറച്ചൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയി തോന്നുന്നു. ആക്കി കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ് ഗൈസ് ആ ബുക്കിൽ വെള്ളമായത്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഗൈസ് ആ ബുക്കിൽ ആകെപ്പാട് അങ്ങോട്ട് വെള്ളമായി. ഞാൻ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനല്ല കേട്ടോ പോയത്. അതിൻ്റെ പിന്നെയും പഠിക്കായിരുന്നു നിൽക്കണേ. അത് കഴിഞ്ഞിട്ടാവുന്ന ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടാവാം. അങ്ങനെ ഞാൻ ബയോളജി നോട്ടൊക്കെ നോക്കിയിട്ട് പഠിക്കുന്നുണ്ട്. കുറച്ച് ടെക്സ്റ്റിൽ നോക്കും, കുറച്ച് നോട്ടിൽ നോക്കും. അങ്ങനെ ഓരോ സെക്ഷൻ വീതം ഇങ്ങനെ പഠിച്ചതിനെ റിവൈസ് ചെയ്ത് നോക്കുകയാണ്. ആദ്യം ഒരു സെക്ഷൻ പഠിക്കും, പിന്നെ സെക്കൻഡായിട്ടുള്ള സെക്ഷൻ പഠിക്കും, പിന്നെ അങ്ങനെ മൊത്തമായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കും, പിന്നെ കാണാതെ പറയാൻ നോക്കും. അങ്ങനെയൊക്കെ ഓരോ പരിപാടികളാണ്. പക്ഷേ ഈ ബയോളജി എനിക്ക് മടുത്ത് പഠിച്ചിട്ട് എന്തൊരു കഷ്ടമാണ്. ഒക്കെ കൂടെ എങ്ങനെ താങ്ങും. ഒരു ദിവസം 2 എക്സാമൊക്കെയാണ് ഇപ്പോൾ വരുന്നത് നെക്സ്റ്റ് വീക്ക് മുതൽ. എങ്ങനെ പഠിക്കുമെന്നറിയില്ല. പഠിക്കാൻ ഇന്നു മുതലെങ്കിലും തുടങ്ങണം. അങ്ങനെ ഇതാ മേമ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് മറ്റേ എന്തൊരു സാധനം, എന്തൊരു കേക്കാണ് വാനിലേൻ്റെ ഫ്ലേവറിലൊന്ന്, വാനിലല്ലോ എന്തൊരു ഫ്ലേവറിലൊരു കേക്ക് കൊണ്ടെത്താന്ന്. അങ്ങനെ ഞാൻ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ ആസ് യൂഷ്വൽ പഠിക്കാനിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നീച്ച് നടക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നോട്ട് തന്നെ ഇരിക്കുമ്പോഴേക്ക് ബോറടിക്കും. പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വേറെ സ്ഥലത്ത് അങ്ങനെ പോയിരിക്കും. ടേബിളിൽ തന്നെ ഇരുന്നിട്ടേക്ക് മടുക്കണുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് തിന്നും, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കും. എൻ്റെ ബോട്ടിൽ കാണാനില്ല, അതുകൊണ്ട് ഡൈനിങ്ങിൽ പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കേണ്ട അവസ്ഥയാണ്.
ബോട്ടിൽ കാണാതിരിക്കാത്തതുകൊണ്ടാണ് ഞാൻ ജഗ് എടുത്തത്, അതതിനും വലിയ ഇഷ്ടം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയാവണം ആ ടൈം ആയപ്പോഴാണ് തോന്നുന്നത് ഫുഡ് കഴിക്കാൻ പോയത്. ഇന്നുണ്ടായിരുന്നു മോരുകറിയും മീനും അതുപോലെ തന്നെ പഞ്ഞീന്ന് പറയും ഇവിടെ, ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. ഞാൻ അതും കഴിച്ചു. ദെൻ കുറച്ച് നേരം ഷോ ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഒരു ഈവനിങ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഈവനിങ് 3 മണിയൊക്കെ ആയപ്പോഴേക്കിനും കസിൻസ് കണ്ടിരുന്നു. അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യണം മേമരെ മക്കൾ. അങ്ങനെ ഞാനും അത് ചെയ്യാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഞാൻ ചാടുമ്പോൾ ബാക്കിക്കാണ് പോണത്, എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇത് ഞാൻ മുന്നേ എപ്പോഴോ ചെയ്തിട്ടുണ്ടായിരുന്നു. തോന്നുന്ന ഒരു 8th ആ ടൈമൊക്കെ ആയപ്പോൾ, അതായത് സ്കൂളിൽ ഈ സ്കിപ്പിങ്ങിൻ്റെ റോപ്പൊക്കെ ഉണ്ടായിരുന്നു, അന്ന് ചെയ്തതാണ്. ഇതിപ്പോൾ ഇവർ റൂമൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ എവിടുന്നോ പൊന്തിയ മുതല. അങ്ങനെ അവർ ചെയ്യണപ്പോൾ ഞാനും കുറച്ച് നേരം പോയി ചെയ്തു. പിന്നെ നമ്മൾ ആരോഗ്യത്തിനൊക്കെ നല്ലതാണല്ലോ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കളിച്ച് അവിടെ അങ്ങനെ നടന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് അമ്മ കുറച്ച് പണികളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പണികൾ ചെയ്യലിരുന്ന് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് തോരടാണ്ടായിരുന്നു മേലെ ചെന്നിട്ട്. അങ്ങനെ അത് തോരടാനാണ് പോണത്. സോ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ബക്കറ്റും വല്ലാത്ത പണിയായിരുന്നു. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ മേലെ എത്തിച്ച്. പിന്നെ അവിടുത്തെ സ്ഥലങ്ങളൊന്നും ആരും മൈൻഡ് ആക്കണ്ട. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ബാഡായി കിടക്കുകയാണ്. പിന്നെ അവിടെ ഒരു അച്ഛമ്മര കോഴിക്കളൊക്കെ ഉണ്ട്. അച്ഛമ്മയ്ക്ക് ഭയങ്കര ഈ കോഴി, ആട് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. ആടുകളുണ്ടായിരുന്നു, ഇപ്പോൾ ആടുകളൊക്കെ പോയി. ഇപ്പോൾ ഉള്ളത് കോഴിയാണ്. അങ്ങനെ ആ ഡ്രസ്സൊക്കെ ഞാൻ തോരടാൻ വേണ്ടി വന്നേന്. അപ്പുറത്തേക്കാണ് എൻ്റെ അനിയനാണ് ഗൈസ്. അങ്ങനെ മുടിയൊക്കെ ഞാൻ കെട്ടിച്ചു. മുടി കഴിച്ചിട്ടായിരുന്നു. അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ച് ഞാൻ തോരടാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മേലെ തിരുമ്പി ഇട്ടതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് കൊണ്ടുവരലായിരുന്നു നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. ഒരു ലോഡ് ഉണ്ടായിരുന്നു. പക്ഷേ ബക്കറ്റ് കൊണ്ടുവരുന്നതിനെക്കാട്ടും പണിയായിരുന്നു ഇത്. അതായത് ബക്കറ്റ് കൈ പിടിച്ച് ഫോൺ കൈ പിടിച്ചിട്ട് ഡ്രസ്സും കൈ പിടിക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടൊരു 5 മണി ആ ടൈം ആയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ ATMക്ക് പൈസ എടുക്കാണ്ടായിരുന്നു, അതിന് വേണ്ടി വന്നായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് പോകണ്ടായിരുന്നു. പക്ഷേ അത് എവിടെയും തുറന്നിട്ടില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ബോയ്സിൻ്റെ അവിടെയുള്ള കടയും പോലീസ് ലൈൻ്റെ അവിടെയുള്ള കടയും ഒന്നും തുറന്നിട്ടില്ല. പിന്നെ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഓവർ പോകാൻ പറ്റിയിട്ടില്ല. ദെൻ പോണ വഴിക്കെടുത്ത കുറച്ച് വ്ളോഗ്സാണ് ഇതൊക്കെ. അങ്ങനെ ATM പോയി പൈസ എടുത്തു. ദെൻ നേരെ വീട്ടിലോട്ട് ചെല്ലുന്നു. പിന്നെയും സ്ഥിരമുള്ള പരിപാടി തന്നെ പഠിക്കുക. സ്ഥിരമുള്ള പറഞ്ഞാൽ ഇന്നത്തെ മെയിൻ പരിപാടി പഠിക്കൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പരിപാടി തന്നെ. ഇതാണ് ഞാൻ ചോയ്സ് മിനിമാർട്ടിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അടച്ച് കിടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളിത് ഈ കടയ്ക്ക് വന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കടയാണ്. ഇവിടെ പിന്നെ കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒരു നെല്ലിക്ക ഉപ്പിലിട്ടത് മേടിച്ചു. അങ്ങനെ മാഗിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നബാട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വരുന്ന വഴിക്ക് തന്നെ മേമ്മമാരും എല്ലാവരും ഉണ്ടായപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കഴിച്ചു. ഞാൻ പിന്നെ 2 കൂടെ ഒരുമിച്ച് കേട്ടിട്ടൊക്കെ അടിക്കണത്. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്താ അറിയില്ല, ഇങ്ങനെ 2 കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് അങ്ങോട്ട് തോന്നും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാഗി ഉണ്ടാക്കി കഴിച്ചു. പിന്നെ വേറെ പാത്രത്തേക്ക് ഒന്നും ഇടാൻ നേരമില്ലായിരുന്നു, കാരണം അത് വേഗം തിന്നണം. അതുകൊണ്ട് പിന്നെയും അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പക്ഷേ പിന്നെയും പഠിക്കാമായിരുന്നു. മടുത്തെനിക്ക്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വോയിസ് എടുത്ത് നോക്കട്ടെ. ഗൈസ്, പഠിക്കാനുള്ള മൂഡൊക്കെ പോയി, ഉറക്കം വരുന്നുണ്ട്. സോ നമുക്ക് കിടന്നുറങ്ങാം. ബാക്കി എനിക്ക് ഒരു സെക്ഷനും കൂടെ പഠിക്കാനുള്ളൂ. പിന്നെ ഒരു പകുതി സെക്ഷനും കൂടെ, അത് നമുക്ക് പിന്നെ പഠിക്കാം. നാളെയാണ് എക്സാം, എന്ത് ചെയ്യുമെന്നും അറിയില്ല. ഇത്ര മതി, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് കിടക്കാം. സോ ഇത് ഫുഡ് കഴിക്കാൻ വയ്യാൻ ഞാൻ മാഗി കഴിച്ചു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഇത് അവസാനം വരെ കഷ്ടപ്പെട്ട് കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അങ്ങനത്തെ പറയാം ആനന്ദം. ദെൻ സോ നമുക്ക് നെക്സ്റ്റ് വ്ളോഗ് കാണാം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാൻ നോക്കിയിട്ട് ഒരു സ്റ്റഡി വ്ളോഗായി മാറിയിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നാളെ നമുക്ക് സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്താണ് ഷോർട്ട്സ് ആയിട്ടാണ്. So guys, bye.